ഹായ് ഫ്രണ്ട്സ്, RRB ALP ടെക്നീഷ്യൻ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് ബയോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷേ ഭയങ്കര രസകരമായ ഒരു ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ദ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതായത് മനുഷ്യനിലെ ദഹന വ്യവസ്ഥ. കേൾക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായി തോന്നാം, പക്ഷേ പേടിക്കേണ്ട. ഈ ഒരൊറ്റ ക്ലാസ്സോടുകൂടി ഈ ടോപ്പിക്കിലെ എല്ലാ സംശയങ്ങളും നമുക്ക് മാറ്റിയെടുക്കാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏത് ചോദ്യത്തിനും കോൺഫിഡൻസോടെ ഉത്തരമെഴുതാൻ ഞാൻ നിങ്ങളെ റെഡിയാക്കും. ഒരു ചോദ്യം ചോദിക്കട്ടെ. ദഹനം, അതായത് ഡൈജഷൻ തുടങ്ങുന്നത് നമ്മുടെ വയറ്റിൽ വെച്ചാണെന്നാണ് നമ്മളിൽ മിക്കവരും വിചാരിച്ചിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയാണ്, അത് തെറ്റാണ്. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായിൽ വയ്ക്കുന്ന ആ നിമിഷം തന്നെ ദഹനം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ഈ അടിപൊളി യാത്ര തുടങ്ങുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം ടീച്ചർ. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഒരു ടെൻഷനും വേണ്ട. ഏറ്റവും ബേസിക് കാര്യങ്ങളിൽ നിന്ന്, പൂജ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങും. റെയിൽവേ പരീക്ഷകളിൽ ബയോളജിയിൽ നിന്ന് ഉറപ്പായും ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണിത്. അതുകൊണ്ട് ഈ ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഒരുമിച്ചിത് പഠിച്ച് സെറ്റാക്കാം. പിന്നെ ഈ ക്ലാസ്സിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ ക്ലാസ് പോലെയല്ല, വളരെ സിമ്പിളും ക്ലിയറുമായ ചിത്രങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഒരുള്ള ഭക്ഷണം നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന ഒരു സാഹസിക യാത്രയുടെ കഥ കേൾക്കുന്നതുപോലെയാണ് നമ്മളിത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റെപ്പും ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പോരാത്തതിന് പരീക്ഷയ്ക്ക് വേണ്ട മെമ്മറി ട്രിക്കുകളും സിലബസിലെ എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടാകും. അപ്പോൾ ഈ റെയിൽവേ പരീക്ഷ പാസ്സായി ഒരു ജോലി നേടണമെന്നത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ, മുഴുവൻ സിലബസും ഇതുപോലെ സിമ്പിളായി എൻ്റെ കൂടെ പഠിച്ചു തീർക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഇനി വരുന്ന ഒരു ക്ലാസ്സും നിങ്ങൾക്ക് മിസ്സാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. സെക്ഷൻ 1, വായയും അന്നനാവവും, അതായത് ദ മൗത്ത് ആൻഡ് ഫുഡ് പൈപ്പ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കഥ തുടങ്ങുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറയട്ടെ. നമ്മുടെ ദഹനനാളം, അതായത് വായ മുതൽ മലദ്വാരം വരെയുള്ള ഈയൊരു പാതയ്ക്ക് ഏകദേശം 9 മീറ്റർ നീളമുണ്ട്. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ഒരു 2 നില കെട്ടിടത്തിന്റെ ഉയരം വരുന്നത്. അത്രയും നീളമുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ എല്ലാം ഉള്ളിൽ ഒതുക്കിവെച്ചിരിക്കുന്നത്. ഭയങ്കര സംഭവമല്ലേ? ഈ നീണ്ട പാതയെയാണ് നമ്മൾ എലിമെന്ററി കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ സ്റ്റോപ്പായ വായിൽ അല്ലെങ്കിൽ ബക്കൽ ക്യാവിറ്റിയിൽ വെച്ച് 2 തരത്തിലുള്ള ദഹനമാണ് നടക്കുന്നത്. ഒന്നാമത്തേത് മെക്കാനിക്കൽ ഡൈജഷൻ, അതായത് നമ്മുടെ പല്ലുകൾ ഭക്ഷണം കടിച്ചു ചവച്ച് ചെറിയ കഷണങ്ങളാക്കുന്ന പരിപാടി. സിമ്പിൾ. രണ്ടാമത്തേതാണ് കെമിക്കൽ ഡൈജഷൻ, അതായത് രാസദഹനം. നമ്മുടെ വായിലെ സാലിവറി ഗ്ലാൻസ്, അതായത് ഉമിനീര് ഗ്രന്ഥികൾ ഉമിനീരുണ്ടാക്കുമല്ലോ, ആ ഉമിനീരിലുള്ള എൻസൈമുകൾ ഭക്ഷണത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഈ രാസദഹനത്തിന് തുടക്കമിടുന്ന ആ പ്രധാനപ്പെട്ട എൻസൈമിന്റെ പേരാണ് സലൈവറി അമൈലേസ്. ഇതിനെ ടൈലിൻ എന്നും പറയും. ഇതിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്ന ചോറ്, ചപ്പാത്തി, കിഴങ്ങ്, ഇതിലൊക്കെയുള്ള അന്നജം, അതായത് സ്റ്റാർച്ച്, അതിനെ വിഘടിപ്പിച്ച് മാൾട്ടോസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഷുഗറാക്കി മാറ്റും. നിങ്ങളൊരു കാര്യം ചെയ്തു നോക്കൂ. കുറച്ച് ചോറ് വായിലിട്ട് നന്നായി ചവച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഒരു ചെറിയ മധുരം ഫീൽ ചെയ്യും. അത് ഈ സലൈവറി അമൈലേസ് സ്റ്റാർച്ചിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ്, ഓർത്തുവെച്ചോണേ. വായിൽ നിന്ന് ചവച്ചരച്ച ഭക്ഷണം നേരെ പോകുന്നത് അന്നനാളത്തിലേക്ക്, അതായത് ഓയിസോഫേഗസിലേക്കാണ്. ഇവിടെ ഭക്ഷണം താഴേക്ക് പോകുന്നത് വെറുതെ ഗ്രാവിറ്റി കൊണ്ടല്ല, അവിടുത്തെ മസിലുകളുടെ ഒരു വേവ് പോലുള്ള ചലനം വഴിയാണ്. ഈ ഒരു റിതമിക് മൂവ്മെന്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. നമ്മൾ ടൂത്ത്പേസ്റ്റ് താഴെ നിന്ന് ഞെക്കുമ്പോൾ പേസ്റ്റ് മുകളിലേക്ക് വരുമല്ലോ, ഏകദേശം അതുപോലൊരു ആക്ഷൻ. ഇത് ഭക്ഷണത്തെ താഴേക്ക് തള്ളിവിടും. ഇവിടെ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നനാളത്തിൽ വെച്ച് ഒരു ദഹനവും നടക്കുന്നില്ല. ഇത് ഭക്ഷണത്തെ ആമാശയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. ഓക്കെ, അടുത്തത് സെക്ഷൻ 2, ദ സ്റ്റൊമക്സ് ആസിഡ് ബാത്ത്. നമ്മുടെ ഭക്ഷണത്തിന്റെ യാത്രയിലെ ഏറ്റവും കഠിനമായ, ഏറ്റവും ടഫായ ഒരു സ്റ്റേജ് ഇവിടെയാണ്. ഇവിടെ ഭക്ഷണം ഒരു മിക്സിയിലിട്ട് അടിക്കുന്നത് പോലെയാകും. ഒപ്പം നല്ല സ്ട്രോങ് ആസിഡും കൂടിയാവുമ്പോൾ എന്താകും അവസ്ഥ? ഇതാണ് നമ്മുടെ ആമാശയം. കണ്ടില്ലേ? ഇംഗ്ലീഷിലെ ജെ എന്ന അക്ഷരത്തിന്റെ ആകൃതിയാണിതിന്. ഇതൊരു വെറും സഞ്ചിയല്ല, ഒരുപാട് ലെയറുകളും ഭാഗങ്ങളൊക്കെയുള്ള ഒരു കോംപ്ലക്സ് അവയവമാണ്. പ്രോട്ടീനുകളുടെ ദഹനം തുടങ്ങുന്നത് ഇവിടെ വെച്ചാണ്. ആമാശയത്തിന്റെ ഭിത്തിയിലുള്ള ഗാസ്ട്രിക് ഗ്ലാൻസ് 3 പ്രധാനപ്പെട്ട സാധനങ്ങൾ പുറത്തുവിടും. ഇവയാണ് ആമാശയത്തിന്റെ സീക്രട്ട് വെപ്പൺസ്. ഒന്ന്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അതായത് HCl. ഇത് വയറിനകത്ത് ഭയങ്കര സ്ട്രോങ് ആയ ഒരു അസിഡിക് മീഡിയം ഉണ്ടാക്കും. അതിന്റെ pH ഏകദേശം 1.5 തൊട്ട് 2 വരെയൊക്കെയുള്ളൂ. ഇതിന് 2 ജോലിയുണ്ട്. ഭക്ഷണത്തിലൂടെ വരുന്ന അപകടകാരികളായ ബാക്ടീരിയകളെ കൊല്ലുക, പിന്നെ അടുത്ത ആയുധത്തെ ആക്ടിവേറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ആൾ, പെപ്സിൻ എന്ന എൻസൈം. പ്രോട്ടീനുകളെ ദഹിപ്പിക്കുകയാണ് പെപ്സിന്റെ ജോലി. പക്ഷേ പെപ്സിന് പ്രവർത്തിക്കണമെങ്കിൽ ഈ അസിഡിക് മീഡിയം നിർബന്ധമാണ്.
മൂന്നാമത്തെയാളാണ് മ്യൂക്കസ്. ഇത്രയും ശക്തിയുള്ള ആസിഡ് നമ്മുടെ സ്വന്തം വയറിന്റെ ഭിത്തിയെ ദഹിപ്പിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ കവചമാണ് ഈ മ്യൂക്കസ്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരു കിഡിലൻ മെമ്മറി ട്രിക്ക് പറഞ്ഞുതരാം. പെപ്സിൻ ദഹിപ്പിക്കുന്നത് പ്രോട്ടീൻസിനെയാണ്. 2 വാക്കും തുടങ്ങുന്നത് പി എന്ന അക്ഷരത്തിലല്ലേ? പെപ്സിൻ ഫോർ പ്രോട്ടീൻസ്. സിമ്പിൾ. ഇത് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണ്, മറന്നുപോകരുത്. ഇനി നമ്മൾ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 3, ദ സ്മോൾ ഇൻറ്റെസ്റ്റൈൻസ് ടീം വർക്ക്. ദഹനത്തിലെ മെയിൻ പരിപാടികളെല്ലാം നടക്കുന്നത് ഇവിടെയാണ്. പക്ഷേ ചെറുകുടൽ ഒറ്റയ്ക്കല്ല, സഹായിക്കാൻ 2 ചങ്ക് കൂട്ടുകാരും കൂടിയുണ്ട്. ചെറുകുടലിനെ സഹായിക്കാനെത്തുന്ന ആ 2 കൂട്ടുകാരാണ് ലിവറും പാൻക്രിയാസും. കരൾ, പാൻക്രിയാസ് ഇവ രണ്ടും ദഹനത്തിനു വേണ്ട ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാക്കി ഒരു പൈപ്പ് വഴി ചെറുകുടലിന്റെ തുടക്കത്തിലേക്ക് കൊടുക്കും. ഈ ഒരു ടീം വർക്കാണ് ഭക്ഷണത്തെ കംപ്ലീറ്റായി ദഹിപ്പിക്കുന്നത്. ആദ്യം നമുക്ക് കരളിന്റെ സംഭാവന നോക്കാം. കരളുണ്ടാക്കുന്ന ദഹനരസമാണ് ബൈൽ ജ്യൂസ്. ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഗോൾ ബ്ലാഡറിലാണ്, പിത്താശയം. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും കൺഫ്യൂഷനാക്കുന്നൊരു ചോദ്യമാണ്. ബൈലുണ്ടാക്കുന്നത് ലിവർ, സ്റ്റോർ ചെയ്യുന്നത് ഗോൾ ബ്ലാഡർ. മാറിപ്പോകരുത്. ബൈലിലെ എൻസൈമുകളൊന്നുമില്ല, പക്ഷെ 2 പ്രധാന ജോലികളുണ്ട്. ഒന്ന്, ആമാശയത്തിൽ നിന്ന് വരുന്ന ആസിഡിക് ഭക്ഷണത്തെ ആൽക്കലൈൻ ആക്കി മാറ്റുക. കാരണം ഇനി വരുന്ന എൻസൈമുകൾക്ക് പ്രവർത്തിക്കാൻ ആൽക്കലൈൻ മീഡിയം വേണം. രണ്ടാമത്തെ ജോലി കൊഴുപ്പുകളിൽ എമൾസിഫിക്കേഷൻ നടത്തുക. എന്താണ് ഈ ഇമൾസിഫിക്കേഷൻ? സിമ്പിളാണ്. നമ്മൾ കഴിക്കുന്ന എണ്ണയുടെയും നെയ്യിൻ്റെയൊക്കെ വലിയ തരികളെ പൊട്ടിച്ച് വളരെ ചെറിയ തുള്ളികളാക്കി മാറ്റുന്ന പരിപാടിയാണത്. എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ എണ്ണയുള്ളൊരു പാത്രം നമ്മൾ വെറും വെള്ളത്തിൽ കഴുകിയാൽ പോവുമോ? ഇല്ല. നമ്മൾ സോപ്പിടും. സോപ്പ് എണ്ണയെ ചെറിയ കണങ്ങളാക്കി മാറ്റും. അതുപോലെ ബൈൽ കൊഴുപ്പിനെ ഇങ്ങനെ ചെറിയ കണങ്ങളാക്കുമ്പോൾ അടുത്തായി വരുന്ന ലിപ്പേസ് എന്ന എൻസൈമിന് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് വേഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. അതായത് സർഫസ് ഏരിയ കൂട്ടിക്കൊടുക്കാണ്. ഇത് പരീക്ഷയിലെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. ശ്രദ്ധിച്ചോ? പ്രോട്ടീനെ ദഹിപ്പിക്കുന്ന 2 എൻസൈമുകളെ നമ്മൾ പരിചയപ്പെട്ടു. ആമാശയത്തിലെ പെപ്സിൻ, പിന്നെ ചെറുകുടലിലെത്തുന്ന ട്രിപ്സിൻ. ഈ ട്രിപ്സിൻ വരുന്നത് പാൻക്രിയാസിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ 2 ആളും ദഹിപ്പിക്കുന്നത് പ്രോട്ടീനെ തന്നെ, പക്ഷെ അവർക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഡിഫറൻ്റാണ്. പെപ്സിൻ പ്രവർത്തിക്കുന്നത് അസിഡിക് മീഡിയത്തിലാണ്, എന്നാൽ ട്രിപ്സിൻ പ്രവർത്തിക്കുന്നത് ആൽക്കലൈൻ മീഡിയത്തിലാണ്. ഈ വ്യത്യാസം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും, നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, ഇപ്പോൾ ദഹനം ഏകദേശം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. അടുത്തത് സെക്ഷൻ 4, ഫൈനൽ അബ്സോർപ്ഷൻ ആൻഡ് എക്സിറ്റ്, അതായത് ആഗിരണവും പുറന്തള്ളലും. ദഹിച്ച പോഷകങ്ങളെ ശരീരമെങ്ങനെ രക്തത്തിലേക്ക് വലിച്ചെടുക്കുന്നു, ബാക്കിയുള്ള വേസ്റ്റിന് എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. ചെറുകുടലിന്റെ ഉള്ളിലെ ഭിത്തിയിൽ നമ്മുടെ വിരലുകൾ പോലെ ലക്ഷക്കണക്കിന് ചെറിയ പ്രൊജക്ഷൻസ് ഉണ്ട്. ഇതിനെയാണ് വില്ലി എന്ന് പറയുന്നത്. ഇതെന്തിനാണെന്നറിയാമോ? ഒരു സാധാരണ തുണിയേക്കാൾ ഒരു ടവലിന് കൂടുതൽ വെള്ളം ഒപ്പിയെടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാ? അതിലെ നൂലുകൾ കാരണം സർഫസ് ഏരിയ കൂടുതലാണ്. അതുപോലെ ഈ വില്ലികൾ കാരണം ചെറുകുടലിന്റെ സർഫസ് ഏരിയ ഒരുപാട് മടങ്ങ് വർദ്ധിക്കും. ഇത് കാരണം മാക്സിമം പോഷകങ്ങളെ വളരെ പെട്ടെന്ന് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യാൻ പറ്റും. അപ്പോൾ പരീക്ഷയ്ക്കൊരു ചോദ്യം വരും, ഭക്ഷണത്തിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? ഉത്തരം ഒന്നേ ഉള്ളൂ, ചെറുകുടൽ, അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. ഇവിടെ വെച്ച് കാർബോഹൈഡ്രേറ്റ്സ് അതിന്റെ ഏറ്റവും സിമ്പിൾ രൂപമായ ഗ്ലൂക്കോസായും പ്രോട്ടീൻസ് അമിനോ ആസിഡ്സായും ഫാറ്റ്സ് ഫാറ്റി ആസിഡ്സായും മാറും. ഈ സിമ്പിൾ രൂപങ്ങളെ മാത്രമേ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇനി ദഹിക്കാതെ ബാക്കി വന്ന സാധനങ്ങൾ നേരെ പോകുന്നത് ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്കാണ്, വൻകുടലിലേക്ക്. വൻകുടലിന് ദഹനത്തിൽ വലിയ റോളൊന്നുമില്ല. അതിന്റെ പ്രധാന ജോലി ഈ വേസ്റ്റിൽ നിന്ന് വെള്ളവും ചില ലവണങ്ങളും തിരിച്ച് ശരീരത്തിലേക്ക് വലിച്ചെടുക്കുക എന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള വേസ്റ്റ് മലദ്വാരം വഴി ശരീരം പുറന്തള്ളുന്നു. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഈജഷൻ. അതോടെ നമ്മുടെ ഭക്ഷണത്തിന്റെ യാത്ര കഴിഞ്ഞു. ദേ നോക്കിക്കേ, നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളുടെ ഒരു സൂപ്പർ സമ്മറിയാണിത്. പരീക്ഷയ്ക്ക് മുൻപ് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ ഇത് മാത്രം മതി. ഓരോ എൻസൈമും അതെവിടെയാണ് ഉണ്ടാക്കുന്നത്, എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എന്തിനെയാണ് ദഹിപ്പിക്കുന്നതെന്നെല്ലാം ഇതിൽ ക്ലിയറായി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ തിയറി മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പഠിച്ചത് തലയിലുണ്ടോയെന്ന് നോക്കണ്ടേ? അപ്പോൾ സെക്ഷൻ 5 RRB എക്സാം ക്വിക്ക് ഫയർ റൗണ്ട്. മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ വെച്ച് നമുക്ക് നമ്മുടെ അറിവൊന്ന് ടെസ്റ്റ് ചെയ്യാം. റെഡിയല്ലേ എല്ലാവരും? ഒന്നാമത്തെ ചോദ്യം, പ്രോട്ടീന്റെ ദഹനം ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് തുടങ്ങുന്നത്? ഒന്നാലോചിച്ച് നോക്കൂ. നമ്മുടെ മെമ്മറി ട്രിക്ക് ഓർമ്മയുണ്ടോ? പെപ്സിൻ ഫോർ പ്രോട്ടീൻസ്, പി. എവിടെയായിരുന്നു അത്? യെസ്, ഉത്തരം സ്റ്റൊമക്, അതായത് ആമാശയം. അടുത്ത ചോദ്യം, കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്ന ബൈൽ എവിടെയാണ് സിക്രീറ്റ് ചെയ്യുന്നത്, അതായത് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇവിടെയാണ് പലർക്കും തെറ്റുന്നത്. ഓപ്ഷനിൽ ഗോൾ ബ്ലാഡർ കണ്ടാൽ ചാടിക്കേറി ഉത്തരം എഴുതരുത്.
ഗോൾ ബ്ലാഡർ വെറുതെ സ്റ്റോർ ചെയ്യുകയേ ചെയ്യുന്നുള്ളൂ. ബൈൽ ഉണ്ടാക്കുന്നത് എവിടെയാണ്? അതെ, ശരിയായ ഉത്തരം ലിവർ, കരൾ. മൂന്നാമത്തെ ചോദ്യം. ഉമിനീരിൽ, അതായത് സലൈവയിലുള്ള എൻസൈം ഏതാണ്? നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ യാത്രയുടെ ആദ്യ പടിയിൽ നമ്മളിത് പഠിച്ചതാണ്. വളരെ സിമ്പിൾ ചോദ്യം. ഉത്തരം സലൈവറി അമിലേസ്. നാലാമത്തെ ചോദ്യം. ആമാശയത്തിലെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ 2 പ്രധാന ഫംഗ്ഷൻ പഠിച്ചിരുന്നു. 1. പെപ്സിന് പ്രവർത്തിക്കാനുള്ള അസിഡിക് മീഡിയം ഉണ്ടാക്കുക. 2. ഭക്ഷണത്തിലെ രോഗാണുക്കളെ കൊല്ലുക. ഇവ രണ്ടും അതിന്റെ ഫംഗ്ഷനാണ്. അവസാനത്തെ ചോദ്യം. ഭക്ഷണത്തിന്റെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? ദഹനയാത്രയിലെ മെയിൻ ഇവന്റ്സ് എല്ലാം നടന്ന ഏറ്റവും നീളമുള്ള അവയവം. ഓർമ്മ വന്നോ? കറക്റ്റ്. ഉത്തരം സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ചെറുകുടൽ. അപ്പോ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. പക്ഷേ നിങ്ങളുടെ പഠനം ഇവിടെ തീരുന്നില്ല. പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഈ ചാപ്റ്ററിന്റെ ഇന്ററാക്റ്റീവ് ക്വിസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ യാത്ര ചെയ്യുമ്പോഴോ മറ്റു ജോലികൾ ചെയ്യുമ്പോഴോ കേട്ട് പഠിക്കാൻ പറ്റുന്ന ക്രിയേറ്റീവ് ഓഡിയോ ക്ലാസുകളും ഗ്രൂപ്പിൽ ഫ്രീ ആയി കിട്ടും. പഠിക്കുമ്പോൾ എന്ത് സംശയം വന്നാലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റിൽ വന്ന് ചോദിക്കാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. RRBJ, NTPC, ഗ്രൂപ്പ് ഡി, SSC, പോളിടെക്നിക് പോലുള്ള എല്ലാ കോമ്പറ്റിറ്റീവ് പരീക്ഷകൾക്കും വേണ്ടിയുള്ള ക്ലാസുകൾ എല്ലാ ഭാഷകളിലും നമ്മൾ ഉടൻ തന്നെ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിൽ ഞങ്ങളൊരു വഴികാട്ടിയായി എപ്പോഴും കൂടെയുണ്ടാകും. ഈ ക്ലാസ് നിങ്ങൾക്ക് ശരിക്കും ഉപകാരപ്പെട്ടുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പോലെ പഠിക്കുന്ന കൂട്ടുകാരുടെ സ്റ്റഡി ഗ്രൂപ്പുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. മുഴുവൻ സിലബസും പഠിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറുമാണ് ഞങ്ങൾക്ക് കൂടുതൽ നല്ല ക്ലാസുകൾ ചെയ്യാനുള്ള ഒരു വലിയ ഇൻസ്പിറേഷൻ. ഭക്ഷണം എങ്ങനെയാണ് ദഹിച്ച് സിമ്പിൾ പോഷകങ്ങളായി മാറുന്നതെന്ന് നമ്മളിപ്പോൾ അടിപൊളിയായി പഠിച്ചു. ഇനി നിങ്ങൾക്കുള്ളൊരു ചോദ്യം ഇതാണ്: നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കാൻ ഏറ്റവും അത്യാവശ്യമുള്ള ഒരൊറ്റ പോഷകം ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഉത്തരം താഴെ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.